നിർധന കുടുംബത്തിന് വീടൊരുക്കി മാതൃകയാവുകയാണ് ചേർത്തല IHRD എഞ്ചിനീയറിംഗ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് അംഗങ്ങൾ. കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി NSS സെല്ലും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്നാണ് പള്ളിപ്പുറം പഞ്ചായത്ത് 7-ാം വാർഡ് ഭജനശാല പറമ്പിൽ കുമാരന് വീട് നിർമ്മിച്ചു നൽകുന്നത്. NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ TN പ്രിയകുമാർ, വോളണ്ടിയർ സെക്രട്ടറിമാരായ F അബ്ദുൽ മാന്നാർ, S നന്ദന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് 100 വീട് നിർമ്മിച്ചു നൽകുന്നതിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ആദ്യ വീടിന്റെ താക്കോൽദാനം ഈ മാസം അവസാനത്തോടെ കൈമാറും. പള്ളിപ്പുറം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുത്ത കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. 450 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടിന്റെ ഏകദേശം 8 ലക്ഷത്തോളം രൂപയാണ് ചെലവ് വരുന്നത്. ഇതിൽ 4 ലക്ഷം രൂപ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 4 ലക്ഷം രൂപ കോളേജ് അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ചേർന്നാണ് കണ്ടെത്തിയത്. 3 മാസം മുമ്പാണ് വീട് നിർമ്മാണം ആരംഭിച്ചത്. കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം, അതുപോലെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ അവരുമായി ചേർന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള 160 കോളേജുകളിൽ 100 ഭവനരഹിതർക്ക് വെച്ച് കൊടുക്കുന്നൊരു പദ്ധതി ഉണ്ട്. അതിൽ ആദ്യത്തെ വീടിൻ്റെ ഉദ്ഘാടനം ചേർത്തല കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തലയിൽ ഈ മാർച്ച് അവസാനം നടക്കുകയാണ്. കാരണം ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ യഥാർത്ഥത്തിൽ 4 ലക്ഷം രൂപയാണ് ഓരോ വീടിനും കൊടുക്കുന്നത്. ബാക്കി ഉള്ള തുക ഇവിടുത്തെ NSS വോളണ്ടിയേഴ്സ് നമ്മുടെ ജീവനക്കാരും എല്ലാം കൂടി കളക്ട് ചെയ്ത് ആണ് കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള 100 വീടുകൾ എല്ലാം ഈ 160 കോളേജുകളിലും NSS യൂണിറ്റുകളിലേക്ക് നടക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ പള്ളിപ്പുറം 8-ാം വാർഡിലെ ഭജനശാല പറമ്പിലെ കുമാരനാണ് ഈ വീട് നിർമ്മിച്ചു നൽകുന്നത്. അതുപോലെ ഈ അക്കാഡമിക് വർഷം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല NSS യൂണിറ്റിൻ്റെ വിവിധ തരം സാമൂഹിക പ്രവർത്തനങ്ങളാണ് നടന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ചേർത്തല പള്ളിപ്പുറം പഞ്ചായത്തുമായിട്ട് ചേർന്ന് നടത്തിയ ചങ്ങാതി എന്ന പദ്ധതി, അതായത് നമ്മുടെ സാക്ഷരതാ മിഷനുമായി ചേർന്നാണ് അതിഥി തൊഴിലാളികളുടെ ലിസ്റ്റ് എടുക്കുകയും അവരെ മലയാളം ഭാഷ സംസാരിക്കാനും അതുപോലെ മലയാള സംസ്കാരം പഠിപ്പിക്കാനുമുള്ള ഒരു പദ്ധതിയാണ്. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ പെരുമ്പാവൂർ നഗരസഭയിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ ചെയ്തത്. അതിനുശേഷം നമ്മുടെ ജില്ലയിലെ എല്ലായിടത്തും ഓരോ പഞ്ചായത്ത് സെലക്ട് ചെയ്തു. 2018 മണ്ണഞ്ചേരി പഞ്ചായത്തായിരുന്നു, 2019 അത് എഴുകുന്ന പഞ്ചായത്ത്, മൂന്നാമതാണ് നമ്മുടെ ചേന്നപ്പള്ളിപ്പുറം പഞ്ചായത്തിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ ഹമാരി മലയാളം എന്ന പുസ്തകമാണ് അവർ ഉപയോഗിക്കുന്നത്. അവർ താമസിക്കുന്ന ഷെൽട്ടറുകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും നമ്മൾ പോവുകയും അവരുടെ സർവേ, അത് നമ്മുടെ കുട്ടികളാണ്, NSS വോളണ്ടിയേഴ്സാണ് അതിൽ പോയത്. ആ സർവേ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ക്ലാസ് എടുക്കാനുള്ള അതിൻ്റെ തീയതിയും അതോടൊപ്പം തന്നെ അതിൻ്റെ സ്ഥലവും നിശ്ചയിക്കുക. 3 മാസത്തെ ക്ലാസ്സാണ്. അവരെ ജോലി കഴിഞ്ഞതിന് ശേഷമാണ് ഇത്